ഹലോ ഗൈസ്, ഇതാണ് ചേരിക്കടവ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മീനും കാര്യങ്ങളും എല്ലാം മേടിക്കുകയും ചെയ്യാം, നല്ല കാഴ്ചകളും കാണാം. ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം. മണി 1800 വിളിച്ചപ്പോ ആ ഒറ്റ മനുഷ്യൻ മിണ്ടാവില്ല. ഒന്നും നേരത്തില്ലേ ഇതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാലം കൊഞ്ച്. ഇതിപ്പോൾ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന കൊഞ്ചാണ്. അതുപോലെ തന്നെ ലേല സമയം സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്കാണ്. എന്നിട്ട് 6 മണി സമയത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മീനും കാര്യങ്ങളെല്ലാം നല്ല ജീവനോടെ ഫ്രഷ് ആയിട്ട് തന്നെ മേടിച്ചിട്ട് പോകാം. പിന്നെ ഈ കാണുന്ന വെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ നിന്ന് കറങ്ങി കാണുക എടുക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പുള്ളി വെള്ളമായിട്ട് വരും. നിങ്ങൾക്ക് ഈ കാണുന്ന വെള്ളത്തിൽ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ എല്ലാം കൂടെ കറക്കി അടിക്കുകയൊക്കെ ചെയ്യും. ഇഷ്ടം പോലെ കണക്കെല്ലാം കിടപ്പുണ്ട്. പക്ഷേ വലിയ മീനില്ല, ചെറിയ മീൻ. ഇന്നവിടെ രാവിലെ വെള്ളം ഇറക്കാൻ കലക്കിയ ഒരു നല്ല മീനാണ്. ഇതാണ് ബാവുചാൻ. ബാവുചാൻ്റെ ചീനോട് പിടിക്കാൻ പോകുന്ന രംഗമാണ് നിങ്ങൾ ഇനിയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നമ്മളെ ഷീറ്റ് എടുത്തിടാൻ പോലും ഇല്ലെന്തോ. കാരണം നീ ഉണ്ണാടെ കളിയാ രാവിലെ വന്ന് പൊക്കുന്നു. ഉണ്ണായും കാരണം കൂടെ ഏതാണ്ട് ഒന്ന് കലക്കി. അല്ലെങ്കിലൊന്നുമില്ല, ഉണ്ണായിരിക്കും അല്ലെങ്കിൽ പൂലയായിരിക്കും. നീ അവിടെ വന്നെടുക്കണേ. വലയിലേ ഞാൻ നടക്കട്ടെ. അല്ല ഞാനാവും പോവോ? ഒരു ഉപയോഗിച്ച് പൂക്കണ്ടേ? ഏതാണ്ട് ജീവനുള്ള കാരണം എടുത്ത് വെള്ളത്തിൽ കൊണ്ട് കളഞ്ഞ് ഊരി എടുത്തില്ല.
പൂല കളിക്കുന്നത് ഒരു നല്ല കളിക്കുന്ന പൂല. ഓ ഒന്നുമില്ല. ഇന്നലെ രാവിലെ വന്ന് പിടിച്ച പോലെ നമ്പലൊന്നുമില്ല. ഇന്നാ മീൻ കളിക്കേണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ നടക്കുന്നില്ല, ചിലപ്പോൾ ഒന്ന് അടിച്ചു കിട്ടിയാലോ. ഒരു സാധനമില്ല. ഒരു പാറക്കുഞ്ഞാണ് ഈ കളിസ്ഥലങ്ങൾക്ക്. അതൊരു നിങ്ങളിപ്പോൾ കണ്ടത് നമ്മുടെ ഫസ്റ്റ് വല പിടിക്കുന്ന രംഗമാണ് കണ്ടത്. അതിനകത്ത് നമുക്ക് കിട്ടിയതൊരു പാരയും പൊടി ചൂടയൊക്കെയാണ്. പൊക്കി വീട്ടെ കിഴക്കുന്ന പിടിക്കുകയാണെങ്കിൽ നല്ല ലൈറ്റ് കിട്ടും. ഇപ്പോൾ കിഴക്കുന്ന പ്രാവശ്യം നിൽക്കില്ല ഇങ്ങോട്ട്. അടിച്ച് പൊക്കുന്ന വെള്ളം ബാബുച്ചായൻ പറയാന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് ചീനോല പിടിക്കുമ്പോൾ ഈ കരിഞ്ചായ കിട്ടാറുണ്ട്. കരിഞ്ചായ, കണമ്പ്, ചില സ്ഥലത്ത് തിരിര എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് കരിഞ്ച് കിട്ടേണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് വല പിടിച്ചപ്പോൾ കുറേ കിട്ടിയായിരുന്നു. ഈ വീഡിയോക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമുക്ക് അതിൻ്റെ വലുത് കിട്ടാറുണ്ട്. ഒരു ദിവസം തന്നെ വല പിടിച്ചുകൊണ്ട് നിർത്തി ഒന്നും കാണുന്ന അനക്കമില്ല. പൊക്കി വിട്ടു കുറച്ചങ്ങോട്ട് താങ്ങി വന്നപ്പോഴത്തേക്ക് എടുത്ത് കുടിക്കുന്ന ഒരു തെറ്റ്. അതുപോലെ തന്നെ വലിയ മീൻ പിടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐഡിയ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. മീൻ പിടിച്ചുള്ള വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ കപ്പി കയറ്റി കേട്ടാ കപ്പി കയറ്റാൻ പോയെന്ന പോലെ കപ്പി കയറ്റുന്നതൊക്കെ അടിക്കണം. പൊക്കി കെട്ടുമ്പം കാക്കയും കൊക്കും എല്ലാം കൂടെ വന്ന് ഇത് ചൂടവത്തി തിന്നാൻ. ഒരു പാര കണ്ടുണ്ട്, പാര കണ്ടില്ല കണ്ടെന്നുണ്ട്. പാരയാറ് പോലെ ആയിരിക്കത്തുള്ളൂ. പാരയെന്ന് ആ പാര കരയുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടോ? കരിഞ്ചോട് കുഞ്ഞാന്നല്ലേ. വലിയ മീൻ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തുടർന്ന് അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കരിഞ്ചിയുടെ കുഞ്ഞുങ്ങളാണ്. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ കരിഞ്ചിയുടെ കുഞ്ഞ്. ആണ്. അതുപോലെ തന്നെ ഈ ചെറിയ പൊടിമീൻ കാണുന്നതാണ് കരിഞ്ചിയുടെ കുഞ്ഞ്. അതെ, വെള്ളത്തിൽ എടുത്തിട്ടേ ഇപ്പോൾ ഓടും. വെള്ളത്തിൽ ഇട്ട് കാണിച്ചു തരാം. അല്ല, ഇതിൽ വെള്ളം ഒഴിച്ചിടാം.
സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ.